സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ഇന്ത്യ സന്ദർശനത്തിനൊടുവിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്ന നടപടികളെക്കുറിച്ച് പറയുന്നത്. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജ സുരക്ഷ, പുനരുപയോഗ ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ തീരുമാനമായി. വിദ്യാഭ്യാസം, സാംസ്കാരിക രംഗത്തെ സഹകരണം എന്നിവയും ചർച്ചയായി. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രത്യേക അതിഥി രാജ്യമായി ഒമാനെ ക്ഷണിച്ചതിന് സുൽത്താൻ നന്ദി അറിയിച്ചു. ബഹിരാകാശ മേഖലയിൽ സഹകരണം വിപുലീകരിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. സിവിൽ ഏവിയേഷൻ, എയർ കണക്ടിവിറ്റി എന്നിവയിലെ സഹകരണവും ചർച്ചാ വിഷയമായി. മിഡിൽ ഈസ്റ്റിലെ ആയുർവേദത്തിന്റെ ഒരു കേന്ദ്രമാക്കി ഒമാനെ മാറ്റുന്നതിനുള്ള സാധ്യതകളും ചർച്ച ചെയ്തു. കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് പ്രധാനമന്ത്രിയെ ഒമാനിലേക്ക് സുൽത്താൻ ക്ഷണിച്ചത്. 2018 ഫെബ്രുവരിയിലാണ് ഇതിനു മുൻപ് നരേന്ദ്രമോദി ഒമാൻ സന്ദർശിച്ചത്. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കിയാണ് ഒമാൻ ഭരണാധികാരിയും സംഘവും മസ്കറ്റിലേക്ക് മടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.